ഹരീഷ്, ഇപ്പോൾ കോടതിയിൽ നിന്നും വിചാരണ കോടതിയിൽ നിന്നും ഒരു വിധി വന്നിരിക്കുകയാണ്. ഇത് കൊട്ടേഷൻ ബലാത്സംഗം എന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ കേസ് എന്ന നിലയ്ക്കാണ് രാജ്യമാകെ തന്നെ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കൊട്ടേഷൻ ബലാത്സംഗം എന്ന വാക്ക് ഒഴിവാക്കേണ്ട രൂപത്തിലാണ് വിധി വന്നിരിക്കുന്നത്. വിചാരണ കോടതിയിൽ നിന്നും അനീതിയാണ് ഉണ്ടായത് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഹരീഷ്? പൊതുസമൂഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് ഇതിൻ്റെ നാൾവഴികളെപ്പറ്റിയും ഇതിൻ്റെ വസ്തുതകളെപ്പറ്റിയും അവരുടേതായിട്ടുള്ള ഒരു ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻസിനനുസരിച്ചല്ല വിധി ഉണ്ടായത് എന്നതുകൊണ്ടായിരിക്കാം ഈ വിധി വായിച്ച് നോക്കാതെ തന്നെ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പൊതുസമൂഹം എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു കൊട്ടേഷൻ റേപ്പ് കേസ് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ കണ്ട മറ്റ് പല പ്രമാദമായിട്ടുള്ള കേസുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ നാൾവഴികൾ കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. ജനങ്ങൾ ഇതിൻ്റെ വസ്തുതകൾ, ഇതിൻ്റെ ഒറിജിനൽ രേഖകൾ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ നമ്മൾ ലോ കോളേജിൽ പഠിക്കുന്ന കേസുകളായാലും നമ്മൾ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴുള്ള കേസുകളായാലും അതിൻ്റെയൊക്കെ പലപ്പോഴും ഒറിജിനൽ റെക്കോർഡ്സ് നമ്മൾ കോടതിയിൽ മാത്രമാണ് കാണുക. അത് കാണാൻ പറ്റുന്ന അഭിഭാഷകർക്കോ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനോ മാത്രമാണ്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയല്ല. ഇതിൻ്റെ നാൾവഴികൾ സംഭവിച്ചത് മുഴുവനും പൊതുസമൂഹത്തിലാണ്. ഇതിൻ്റെ ചർച്ചകൾ നടന്നത് മുഴുവനും പൊതുസമൂഹത്തിലാണ്. ഇതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾ മാധ്യമങ്ങൾ സാധാരണക്കാർക്ക് പോലും വായിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളിലും നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലുമൊക്കെ കാണിക്കുകയും അതിൻ്റെ വരികൾ ഉൾപ്പെടെ ആളുകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തിച്ചേരാൻ മാത്രം ഇതിൻ്റെ വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആ വസ്തുതകൾ അനുസരിച്ച് ഈ കേസിൻ്റെ അട്ടിമറിയെ സംബന്ധിച്ചും ഒക്കെ ആളുകൾക്ക് ഒരു സ്വതവേ ഉള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അട്ടിമറിയില്ലാതെ, അതായത് യാതൊരു തരത്തിലുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയും ഇല്ലാതെ 6 ആളുകൾ ചേർന്ന് ഒരു ദിവസം തീരുമാനിച്ച് ഒരു നടിയെ കാറിൽ ചേസ് ചെയ്ത് പോയി ബലാത്സംഗം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിന് ഈ നടി തന്നെ ആകാമെന്ന് തീരുമാനിക്കുകയും അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ കോപ്പി സൂക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇനി അല്ല ഗോതമ്പ് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു യുക്തിയാണ്. അപ്പം നമ്മൾ ആ വിധിന്യായം കാണുന്നതിന് മുമ്പ് തന്നെ ആദ്യം എത്തിച്ചേരുന്ന ഒരു ചോദ്യം, ആരാണ് ഇതിനകത്ത് പരാജയപ്പെട്ടത് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊരു കൊട്ടേഷൻ അല്ലാത്ത കുറച്ച് ഗുണ്ടകൾ മാത്രം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്തൊരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞാൽ, ഗൂഢാലോചന ആരോപിക്കപ്പെട്ട ആളുകൾ ഒരു തരത്തിലും ഇതിനകത്ത് ട്രയൽ നേരിടേണ്ട എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രാഥമികമായി നീതി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. പക്ഷേ എന്നെപ്പോലുള്ള അഭിഭാഷകർ ഈ ഘട്ടത്തിലല്ല കേട്ടോ, ഇതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഇതിനകത്ത് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, കേരള സ്റ്റേറ്റിനുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ഈ കോടതിയുടെ ഇടക്കാല വിധികളെ ചോദ്യം ചെയ്ത് മേൽക്കോടതിയിൽ പോയി അത് ശരിയാണെന്ന് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. ഈ കോടതിയുടെ പല ഒബ്സർവേഷൻസും പല തീരുമാനങ്ങളും ബയാസ്ഡ് ആണ് എന്നുള്ളത്, നേരത്തെ തന്നെ പ്രിജുഡിസ്ഡ് ആണ് എന്നുള്ള ഒരു കേസ് ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ അതുമായിട്ട് കോടതിയിൽ പോയിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുണ്ട്. അത്തരം പരാമർശങ്ങൾ നീക്കം ചെയ്തതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി ഇതിനകത്ത് നീതിയല്ല നടപ്പാക്കപ്പെട്ടത് എന്ന തോന്നൽ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, പൊതുസമൂഹം എന്നതിലപ്പുറം ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ചില കാര്യങ്ങളിൽ വ്യക്തത വേണം. ഇതിപ്പോൾ ഒരു ബലാത്സംഗത്തിനിരയായ ഒരു യുവതി, ഇതിപ്പോൾ നടി എന്നത് മാറ്റിവെക്കുക, ഏത് യുവതിയായാലും കോടതിയെ സമീപിക്കുമ്പോൾ കോടതി എങ്ങനെയാണ് അവരോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവരെ കേൾക്കുക എന്നത് പ്രധാനമാണല്ലോ. ആ കേൾവിയാണോ ഉണ്ടായിട്ടുള്ളത്, അതോ ഈ അക്രമിക്കൂട്ടത്തിനൊപ്പം നിൽക്കുകയാണോ കോടതി ചെയ്തത് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. കാരണം ബർഖാദത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്നുണ്ട് തനിക്ക് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കരഞ്ഞോടേണ്ടി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നടിയെ സംബന്ധിച്ച 2 അഭിഭാഷകരാണ് ഉണ്ടായിരുന്നത്. അപ്പുറത്ത് 20ഓളം അഭിഭാഷകരുടെ ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം ഈ പറയുന്ന ഇൻ ക്യാമറ എന്ന പ്രൊസീജിയർ ആണെങ്കിൽ കൂടിയും അവിടെ എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കാം. അത് അവർ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാകും. അപ്പോൾ നമ്മൾ നീതി തേടി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ അനീതി സംഭവിക്കുന്നു. ഇത് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്ത്രീയെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ശിക്ഷിക്കാനുള്ള വകുപ്പ് ഈ രാജ്യത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയത് BNS സെക്ഷൻ 79 ആണല്ലോ. അങ്ങനെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട് എന്നിരിക്കെ കോടതി മുറിക്കകത്ത് അത് സംഭവിക്കുമ്പോൾ, ഇത് നടപ്പാക്കേണ്ടവർ അതിനെ കൂട്ടുനിൽക്കുമ്പോൾ അതിനെ എങ്ങനെ കാണണം ഹരീഷ്?
സ്മൃതി, എനിക്ക് അതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ നടന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ സ്മൃതിക്കുള്ളത്ര ഉറപ്പ് എനിക്കില്ല. കാരണം അതിനകത്ത് നിന്ന് വന്ന ആളുകൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്കറിയാവൂ. അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, ഈ മൊഴി കൊടുത്ത് ഈ കേസുമായി സഹകരിച്ച് നിന്നിട്ടുള്ള ഇതിൻ്റെ വിക്ടിമിന് ആ കോടതി മുറിക്കകത്ത് നീതി കിട്ടിയില്ല എന്നുള്ള അവരുടെ പരാതി നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ ഈ കേസിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം നടന്നിട്ടുള്ള ഒട്ടുമിക്ക കേസുകളിലും, പല കേസുകളിലും, ഒട്ടുമിക്ക കേസ് ഞാൻ പറഞ്ഞില്ല, പല കേസുകളിലും കോടതിയിൽ നടക്കുന്ന വിചാരണ ഒരുപക്ഷെ അവർ നേരിട്ട ക്രൂരകൃത്യത്തെക്കാളോ ഒരുപക്ഷെ അതുപോലെയോ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്, വിചാരണയാണ് വാസ്തവത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിൽ അവരുടെ അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോടതി മുറികൾ ഇത്തരം ഇരകൾക്ക്, അതിജീവിതമാർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കുന്നത് എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ രാജ്യത്തിന് മുമ്പിലുള്ള ചോദ്യമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, സ്മൃതിയും കണ്ടിട്ടുണ്ടാവും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ കാര്യം പരിശോധിക്കുകയും എങ്ങനെയാണ് വിക്ടിംസിനോട് കോടതികൾ പെരുമാറേണ്ടത്, വിചാരണ കോടതിയിൽ എങ്ങനെയാണ് സെൻസിറ്റൈസ് ചെയ്യേണ്ടത്, ജഡ്ജിമാരെ കോടതിയിലുള്ള സംവിധാനത്തെ എങ്ങനെയാണ് സെൻസിറ്റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജഡ്ജിമാരുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഇത്തരം ആളുകളിലേക്ക് ആരോപിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നിയമത്തിന് നിരക്കാത്ത തരത്തിലുള്ള വാചകങ്ങൾ പറയുകയോ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്ന മാർഗനിർദ്ദേശം ജഡ്ജിമാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവിൽ നമ്മുടെ കോടതി വ്യവസ്ഥ, കോടതി മുറികൾക്കകം ഇത്തരം സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് നീതി കൊടുക്കുന്നതിൽ, അവരെ സമ്പൂർണ്ണമായി അവരെ മുഖവിലക്കെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരല്പം പരാജയമാണ് നമ്മൾ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്നു വരുന്നേ ഉള്ളൂ. രണ്ടാമത് അതിനകത്ത് എഫർട്ട് എടുക്കേണ്ടത് ജുഡീഷ്യൽ ഓഫീസറാണ്. ഈ ജുഡീഷ്യൽ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടായി എന്ന്, ഇത്തരം പെരുമാറ്റങ്ങളുടെ കാര്യത്തിൽ ഒരു അനീതി ഉണ്ടായി എന്ന് ഇര പറയുന്നതിനോടാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത്, വിചാരണയുടെ ഭാഗമായി അവർക്ക് ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രതിഭാഗത്തിന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അത് ആക്രോശമായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇരയാക്കപ്പെട്ട ആൾക്ക് കൂടുതൽ ട്രോമ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു വിചാരണ നടപടികൾ നേരിടേണ്ടി വരും. അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോസിക്യൂഷൻ്റെ ഒരു പരിരക്ഷ ആവശ്യമാണ്, അവർക്ക് ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. കോടതി തന്നെ അതിനകത്ത് ന്യൂട്രലായി നിന്നുകൊണ്ട് അവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഇരകൾക്കും ഇരയെ സപ്പോർട്ട് ചെയ്ത് സാക്ഷി പറയാൻ എത്തിയ സാക്ഷികൾക്കും വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പരാതി വന്നിട്ടുണ്ട്. അത്തരം പരാതികൾ വളരെ ഗൗരവമായി ആ ഘട്ടത്തിൽ ഹൈക്കോടതി കാണേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ദുഃഖകരമായ സംഗതി. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.